മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ, കോൺഗ്രസിനെ, അതിനേക്കാളേറെ അജിത് പവാറിൻ്റെ NCPയെ, അതിനേക്കാളൊക്കെ കൂടുതൽ ഉദ്ധവ് താക്കറെ പക്ഷത്തുള്ള ശിവസേനയെ. കാരണം ഇത്ര വലിയൊരു തോൽവി ഇന്ത്യ മുന്നണിക്ക് അവിടെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നിരവധി പ്രവചനക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടിയത് പറഞ്ഞ് 180, 190 സീറ്റ് വരെ കിട്ടാമെന്നാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഫലം വരുമ്പോൾ 222 സീറ്റിൽ NDA വിജയിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. 60-ൽ താഴെ സീറ്റാണ് ഇവർക്കുള്ളത്, ഇന്ത്യ മുന്നണിക്കുള്ളത്. അതിൽ തന്നെ അജിത് പവാർ പക്ഷത്തിന് വലിയ പരാജയം സംഭവിച്ചു. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് വലിയ പരാജയം സംഭവിച്ചു. ഒപ്പം കോൺഗ്രസിനും സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും അതൊരു നല്ല സൂചനയാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ വർഷം തന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റാണ് 48 സീറ്റിൽ അവർ നേടിയത്. അതിലെ കണക്ക് വെച്ച് നോക്കിയാൽ 150-ലധികം നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷമുണ്ട്. ലോക്സഭാ സീറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ചില വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കേരളത്തിൽ തന്നെ വളരെ പ്രകടമാണ്. 2 തിരികെ വോട്ട് ചെയ്യുന്നത് 2 തരത്തിലാണ് ആളുകൾ. അവരുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് തന്നെ വ്യത്യാസമാണ്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, RSS അതിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് നാഗ്പൂരും വിദർഭയും അടക്കമുള്ള പ്രദേശങ്ങൾ. അവർ എല്ലാ അർത്ഥത്തിലും അവരുടെ മുഴുവൻ കഴിവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചു. കാരണം മോഡിയല്ല അവർ ഉയർത്തിക്കാട്ടിയത്, RSSനെയാണ്. അതുകൊണ്ട് തന്നെ വർഗീയ അജണ്ടകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പൊങ്ങി വന്നു. അത് RSSന്റെ രീതിയാണ്. ആ രീതിയിൽ തന്നെ അവരത് വിജയിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. പ്രത്യേകിച്ച് മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ കുറവുണ്ടായി. ജനങ്ങൾക്ക് ആവേശത്തോടു കൂടി വന്ന് വോട്ട് ചെയ്ത് ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ അവിടെ ഉണ്ടായില്ല. മൂന്നാമത്തെ കാര്യം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അവിടുത്തെ ഗവൺമെന്റ് എടുത്ത ഒരുപാട് സമീപനങ്ങളുണ്ട്. ഒരുപാട് ഫ്രീ ബീസ് എന്ന് നമ്മൾ പറയുന്ന പോലെ ജനങ്ങൾക്ക് പൈസ കൊടുക്കുക, സ്ത്രീകൾക്ക് പൈസ കൊടുക്കുക. 1500 രൂപ വെച്ച് സ്ത്രീകൾക്കെല്ലാം, വീട്ടമ്മമാർക്കെല്ലാം ശമ്പളം കൊടുക്കുക പ്രതിമാസം. ആ പദ്ധതി അവർ വിജയകരമായി കുറച്ച് ദിവസം കൊണ്ട് നടപ്പാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് തങ്ങൾ അധികാരത്തിൽ വന്നാൽ 3000 രൂപ കൊടുക്കും എന്ന വാഗ്ദാനം പോലും വയ്ക്കേണ്ടി വന്നു. വാഗ്ദാനത്തെക്കാൾ പ്രധാനമാണല്ലോ ഇപ്പൊ കിട്ടുന്നത്. വലിയ തോതിൽ അത് സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം കാണുന്നത്. പ്രത്യേകിച്ചും ഗ്രാമീണ സ്ത്രീകളാണ് 1500 രൂപ വെച്ച് മാസം കിട്ടുക, അതിൽ മുഖ്യമന്ത്രിയുടെയും മോഡിയുടെയൊക്കെ പണം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവരെ അത് വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. നാലാമത്തെ ഒരു വിഷയം, ശരത് പവാറിന് പഴയതുപോലെ NCPയിൽ പിടിപാടില്ല എന്ന ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല ഭരണം കുറച്ചു കാലത്തേക്കും കൊടുക്കുക, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പോപ്പുലിസ്റ്റ് ആയ ഭരണം നടത്തുക, നല്ല സംഘടനാ സംവിധാനം ഉണ്ടാവുക, ഇതിൻ്റെയൊക്കെ ഫലമാണ്, എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫലമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പിന്നെ അവിടെ മുഖ്യമന്ത്രി ഫട്നാവിസ് മുഖ്യമന്ത്രി ആയി പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് കാണിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഷിൻഡെ ആയിരിക്കും മിക്കവാറും മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. കാരണം RSSന് ഷിൻഡെയോടാണ് താല്പര്യം, ഫട്നാവിസിനോടല്ല. അത് അവിടെ BJPക്കകത്ത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ സംഘടനാ സംവിധാനം കൊണ്ട് BJP വലിയ കക്ഷിയായി അവിടെ മാറിയിട്ടുണ്ട്. ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഫലമാണ്. കാരണം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള വിജയമുണ്ടായപ്പോൾ അത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും തിരിച്ചുവരവ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് നഷ്ടമായി പോയി എന്ന് കാണാം. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വലിയ പഠനങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഇനിയിപ്പോൾ UP പോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. UP പോലെ നിർണായകമായ ബീഹാറൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാവും. ഒരു കാര്യം കൂടി കേരളത്തിൽ നിന്നുകൊണ്ട് പറയണം. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 2 സീറ്റിൽ CPM ജയിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ CPM
ആയിട്ട് വലിയ അടി കോൺഗ്രസുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു വീഡിയോ നല്ല രസമാണ്. ചാണ്ടി ഉമ്മൻ മഹാരാഷ്ട്രയിൽ പോയി രണ്ട് CPM സ്ഥാനാർത്ഥികളെയും രണ്ട് കൈയിൽ ഉയർത്തിപ്പിടിച്ച് വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ അത് പിന്നെ അവിടെ ഇന്ത്യ മുന്നണിയാവുമ്പോൾ അത് ചെയ്യണം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവർ തമ്മിൽ സംഘർഷമുണ്ടാകും എന്നുള്ളത് വേറെ പ്രശ്നം. ഏതായാലും മഹാരാഷ്ട്ര ഫലം ഇന്ത്യ മുന്നണിയുടെ രീതികളെക്കുറിച്ച്, അവരുടെ സമീപനങ്ങളെക്കുറിച്ച് ഒരു മാറ്റത്തിൽ ചിന്തിക്കാൻ, കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ മറാത്ത ആ ഐക്യം ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ എന്ന് നമുക്ക് വ്യക്തമാണ്. മറാഠകളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ വിജയിപ്പിച്ചത്. അതിൽ വിള്ളലുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ദളിത് വോട്ടുകളിലും കാര്യമായ ചില വിള്ളലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പരിധി വരെ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതവിടെ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഫലം നൽകുന്ന സൂചനകൾ ഇന്ത്യ മുന്നണിയുടെ ഭാവിക്ക് അത്ര നല്ലതാണ് എന്ന് പറയാൻ പറ്റും.